സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രിയേശു കർത്താവ്, ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പ്രിയ കർത്താവ്, ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവവചനം പഠിക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവ്. ഈ വചനം ഷെയർ ചെയ്യുന്ന അടിയനും ഈ വചനം അനുഗ്രഹമാകണം. അതുപോലെ കർത്താവ്, ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളങ്ങളിൽ കർത്താവ് ഈ വചനം 30, 60, 100 അവരിൽ ഫലം കായ്പാനും അവരുടെ ജീവിതത്തിൽ ദൈവകൃപയിൽ മുന്നേറുന്നതിനത് സഹായകരമായി ദൈവകൃപയിൽ വളരുവാൻ അവരെ സഹായിക്കുന്നതാക്കിയും അങ്ങ് പണിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൊന്നു കൃപയിൽ എല്ലാവരെയും അങ്ങ് പണിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അങ്ങയുടെ സാന്നിധ്യത്താൽ എല്ലാവരെയും നിറച്ചാലും കർത്താവെ, അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കൊള്ളട്ടെ എന്നുള്ള വചനപ്രകാരം ദാഹിക്കുന്ന ഓരോ ഉള്ളങ്ങളെയും അങ്ങ് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. നന്ദി യേശോപ്പ, നന്ദി കർത്താവെ. അങ്ങയുടെ സ്വർഗീയ നദിയിൽ ഞങ്ങൾക്കായി നിറവോടെ കൃപ കർത്താവെ, നിറവോടെ അങ്ങ് വച്ചിട്ടുണ്ടല്ലോ കർത്താവെ. ആയതിനാൽ ആ നിറവ് പ്രാപിക്കാൻ എല്ലാവരെയും അങ്ങ് ബലപ്പെടുത്തിയാലും എന്ന് അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ശരി, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ളവർ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ അവർ ജോയിൻ ആകുമെന്ന് വിശ്വസിക്കുന്നു. ശരി, നമ്മൾ പഠിച്ചു വരുന്ന വിഷയം തന്നെ ഇന്നും കൂടെ ഒരു ക്ലാസ് ഉണ്ട്. നമ്മൾ വിശ്വാസത്താലുള്ള യേശുക്രിസ്തുവിലൂടെ നിന്ന് പ്രാപിക്കുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി എന്നുള്ള വിഷയമാണല്ലോ നമ്മൾ എടുക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ആഴ്ച മുതൽ പുതിയ വിഷയം ദൈവം അനുവദിച്ച പുതിയ വിഷയം നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് നമ്മൾ ഈ വിഷയം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യമായത് നമ്മൾ ഇന്നും കൂടത്തെ ക്ലാസ്സിലും കൂടെ മാത്രമേ കംപ്ലീറ്റ് ആക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിലിരുന്നത് കുറച്ചുകൂടെ ഈ വിഷയത്തിൽ കുറച്ചുകൂടെ നമുക്ക് ചിന്തിച്ച് പഠിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പഠിപ്പിക്കുന്ന ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനൊരു ഏറ്റുപറച്ചിലാണ്. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-31 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശു എനിക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും എൻ്റെ വീണ്ടെടുപ്പുമാണെന്ന് ഏറ്റുപറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. മനസ്സിലാകുന്നത്? ഏത് സിറ്റുവേഷൻ്റെ അകത്തും ദൈവസന്നിധിയോട് അടുത്ത് ചെന്നതിന് ശേഷം യേശു എനിക്ക് ജ്ഞാനമാണ്, നീതിയാണ്, ശുദ്ധീകരണമാണ്, എന്നെ വീണ്ടെടുക്കുന്ന കർത്താവാണെന്ന് എന്ത് ചെയ്യാൻ കഴിയണം? നമുക്ക് ഏറ്റുപറയാനായി കഴിയണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമ്മൾ പഠിച്ചു വന്നതിലുള്ള പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടെ ഞാനൊന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പഠിച്ചു വന്നതിലുള്ള വേറൊരു വാക്യം, നമ്മളൊരു വാക്യമാണ് 1 കൊരിന്ത്യർ 1:30-31 വാക്യത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തുവാണ്? യേശു എനിക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും എനിക്ക് വീണ്ടെടുപ്പുമാണെന്നുള്ള കാര്യം, അല്ലേ? പക്ഷെ അതേസമയം ഒരു വാക്യം കൂടെ റോമർ 3-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യം ഒന്ന് നോക്കി. റോമർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിന് 23 മുതൽ 26 വരെയുള്ള വാക്യം. ശരി, നമ്മളിപ്പോൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാപത്താൽ എന്ത് ചെയ്യപ്പെടുന്നു? ദൈവകൃപ നഷ്ടപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ
വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ദൈവം എന്ത് ചെയ്യും? നീതീകരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ വിശ്വാസത്തിലുള്ള നീതീകരണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യമായി കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മെ നീതീകരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഞാൻ എന്തെങ്കിലും ഒരു വില മുടക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും, ഞാൻ ഇന്നാൾ പറഞ്ഞ കാര്യം മറന്നു പോരുത്, ഏതെങ്കിലും ഒരു വിഷയത്തില് ദൈവവചനപ്രകാരം വിഷയങ്ങളെ ചിന്തിച്ചതിന് ശേഷം ഒരു കാര്യത്തിൽ എന്ന് തോന്നുവാണ്, ഞാൻ കുറച്ച് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാലേ ദൈവം എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കരുത്? മനസ്സിൽ കുറ്റബോധം കൊണ്ട് നടക്കരുത്. കാരണം അങ്ങനെ ഒരു വാതിൽ പിശാചിന് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 7 ദിവസം ഇരുന്നതിന് ശേഷം വീണ്ടും നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധം കൊണ്ടിട്ട് പിശാച് എന്ത് പറയും? നിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും എന്ത് ചെയ്യാൻ നിങ്ങളെ ശ്രമിക്കും. വീണ്ടും നിങ്ങളുടെ മനസ്സാക്ഷിയിൽ കുറ്റബോധം കടന്ന് കളിക്കാനിടയാകും. പിശാചിന്റെ ഒരു തന്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാനും ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുക. ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ അങ്ങനെ നീതീകരിച്ചതിനായി നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലോട്ട് എന്ത് ചെയ്യുക? അടുത്ത് ചെല്ലുക. മറ്റുള്ള ദൈവവചനത്തിന് വിരുദ്ധമായുള്ള വോയിസുകളെ കേൾക്കാതിരിക്കുക. കേട്ടോ, ശരി. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു കാര്യം. ഇനി അപ്പോൾ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശുവിലൂടെയാണ് എനിക്ക് നീതീകരണം ഉണ്ടായത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീതീകരണം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ദൈവത്തിന്റെ മുമ്പാകെ കുറ്റമറ്റ മനസ്സാക്ഷിയിൽ എന്നെ നിൽക്കുമാറാക്കുന്നതാണ് ദൈവികം നീതീകരണം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ആണല്ലോ അല്ലെ, ദൈവ നീതീകരണം അങ്ങനെയാണല്ലോ. ദൈവത്തിന്റെ മുമ്പാകെ എന്ത് ചെയ്യുക? കുറ്റമറ്റ മനസ്സാക്ഷിയിൽ നമ്മെ നിൽക്കുമാറാക്കുക. ശരി. അപ്പോൾ യേശുവിന്റെ മുമ്പാകെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ കുറ്റമറ്റ മനസ്സാക്ഷിയിൽ എന്നെ നിർത്തിയത് യേശുവിന്റെ രക്തം എന്നെ വിശുദ്ധീകരിച്ചത് കൊണ്ടാണ്. ഇതെല്ലാം കണക്റ്റഡ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അല്ലെ? ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളതാണ്. യേശുവിന്റെ രക്തം എന്നെ വിശുദ്ധീകരിച്ചത് കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞത്? കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ദൈവം മുമ്പാകെ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അതേസമയം യേശു കർത്താവിന്റെ കൃപ, കരുണ, അത് ഇതിനോട് കണക്റ്റഡ് ആണ്. പറഞ്ഞ് യേശു എന്നോട് കരുണ കാണിച്ചത് കൊണ്ടും കൃപ കാണിച്ചത് കൊണ്ടുമാണ് എനിക്ക് അതിന്റെ പാപങ്ങളെ എന്ത് ചെയ്തത്? തന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ചത്. അപ്പൊ ഇതെല്ലാം എന്തുവാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയ ചില വാക്കുകളാണ്. ഈ വാക്കുകളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചതായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണേ. ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യുക? ദൈവം നമുക്ക് ഓഫർ ചെയ്ത, ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകി തന്ന ദൈവനീതിയുടെ വസ്ത്രത്തെ എടുത്ത് എന്ത് ചെയ്യുക? അണിയുക, അതിൽ പ്രശംസിക്കുക. മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് എന്ത് ചെയ്യുക? യേശു എന്നെ നീതീകരിച്ചു എന്ന ബോധ്യത്തോടെ കർത്താവാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കർത്താവിൽ പ്രശംസിക്കുക. കർത്താവിന്റെ ആ നീതിയുടെ വസ്ത്രം എന്ത് ചെയ്യുക? എടുത്ത് ധരിക്കുക. ശരി, മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? നീതി പ്രവൃത്തികൾ ചെയ്യുന്നത് ശുഷ്കാന്തിയുള്ളവരാകുക. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് സ്തുതിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എന്തോ ആണെന്നുള്ള ഭാവത്തോടെ എന്ത് ചെയ്യുക? നിൽക്കാതിരിക്കുക. എപ്പോഴും എന്ത് ചെയ്യുക? കർത്താവ്, നീ എനിക്ക് തന്നു, നിന്റെ കൃപ എൻ്റെ മേൽ ഉള്ളതിനാലാണ് എനിക്ക് കർത്താവിനായി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതെന്ന് എന്ത് ചെയ്യുക? എപ്പോഴും കർത്താവിൽ പ്രശംസിക്കുക. അതിനെക്കുറിച്ചാണ് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ശരി, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ശരി. ഇന്നത്തെ ക്ലാസ്സില് ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ, കർത്താവിന്റെ ശുശ്രൂഷയിൽ എന്നുവെച്ചാൽ ദൈവത്തിന്റെ കൃപ പകർന്ന് നമ്മെ ഉപയോഗിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ചില സമയത്ത് ഒരു യോഗ്യതയുമില്ല എന്ന് മനുഷ്യര് വിധി എഴുതുന്നവരെ ദൈവം എന്ത് ചെയ്യാറുണ്ട്? ദൈവം തന്റെ കൃപ പകർന്ന് ഉപയോഗിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവം എന്ത് ചെയ്യാറില്ല? ചില സമയത്ത് അവരുടെ കുറവുകളെ നോക്കാതെ കർത്താവ് എന്ത് ചെയ്യാറുണ്ട്? കരങ്ങളെടുത്ത് ഉപയോഗിക്കാറുണ്ട്. ദൈവം അവരുടെ അടുത്ത് ഇടപെടും. എന്തിനു വേണ്ടി? കറക്റ്റ് ചെയ്യാൻ വേണ്ടി. ഒരു മേഖലകളിൽ എവിടെയെങ്കിലും ക്രമീകരിക്കാൻ പറയാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യും? ആ കുറവുകൾ അഥവാ കറക്റ്റ് ചെയ്തില്ല എങ്കിലും കർത്താവ് എന്ത് ചെയ്യാറുണ്ട്? അവരെ ഉപയോഗിക്കാറുണ്ട്. അത് ദൈവത്തിന്റെ ഒരു കൃപയാണ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുക. അപ്പൊ ആ ദൈവം നമ്മെ ഉപയോഗിക്കുന്ന ആ ഒരു മനോഭാവത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതെല്ലാം ദൈവനീതിയുമായിട്ട് കണക്റ്റ് ആയ ഒരു കാര്യമാണ്. നമ്മെ ദൈവം എങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചില സമയത്ത് നമ്മുടെ കുറവുകൾ ഓർക്കാതെ ദൈവം നമ്മെ ഉപയോഗിക്കുന്നെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം, കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 9-10 വാക്യം ഒന്ന് വായിച്ച്. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 9-10 വാക്യം. ആ ആ ആ ആ ശരി. ഇത് പരിപൂർണമായിരിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് പലപ്പോഴും നമുക്കും ഏറ്റു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ദൈവിക ശുശ്രൂഷയില് ദൈവം നമ്മെ ആക്കി വയ്ക്കുമ്പോൾ, ചില മേഖലകളിൽ ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് നമ്മെ കൈപിടിച്ച് നിർത്തുമ്പോൾ, അവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവം ആ ഒരു പദവി നമ്മെ പിടിച്ച് ഏൽപ്പിക്കുമ്പം നമ്മുടെ മനസ്സിൽ തോന്നും, ദൈവമേ എന്നെ എന്തിനാണെങ്കിലും ഉപയോഗിക്കാൻ പോകുന്നത്? കാരണം എനിക്കൊരു പക്വതയില്ലല്ലോ, എനിക്കൊരു പാകതയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് കർത്താവെ എന്നെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്നത്? അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്ന ദൈവം ഇത് പുറകോട്ട് പോകരുത്. എന്ന് വെച്ചാൽ എങ്ങനെ? നിങ്ങള് സ്വയം എന്ത് ചെയ്യരുത്, ഉൾവലിയരുത്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോകരുത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ വാക്യം പറയുന്നത് അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇതിൽ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ചില സമയത്ത് ചില കുറവുകൾ ഉണ്ടായിട്ടും ദൈവം എന്തുകൊണ്ട് ദൈവദാസന്മാരെ അല്ലെങ്കിൽ ദൈവമക്കളെ തൻ്റെ കൃപ പകർന്ന് ദൈവം ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മെ ക്രിസ്തുവിൽ ആക്കി പൂർണ്ണത തരും. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ എന്തുണ്ട്? കുറവുണ്ടാകാം, ഒരുപക്ഷെ കുറവുണ്ടായിരിക്കാം. ആ കുറവുകൾ ക്രമീകരിക്കണം, വേണ്ട എന്നല്ല. പക്ഷെ ഒരുപക്ഷെ എന്തെങ്കിലും മേഖലയിൽ കുറവുകൾ ഉണ്ടാകാം. പക്ഷേ ദൈവം നമ്മെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മെ നിർത്തുന്ന സമയത്ത് നമ്മെ കർത്താവ് ആദ്യം ചെയ്യുന്നത് എന്തെന്നറിയാമോ? നമ്മെ ക്രിസ്തുവിൽ ആക്കും. അല്ലെ, നമ്മൾ കർത്താവിന് ശ്രദ്ധ, കർത്താവെ എന്നെ അങ്ങയുടെ കൃപയിൽ മറയ്ക്കണമേ, അങ്ങയുടെ കൃപയിൽ എന്നെ അങ്ങയിൽ എന്നെ മറയ്ക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ആരിലാകുകയാണ്? ക്രിസ്തുവിൽ ആകുകയാണ്. ക്രിസ്തുവിൽ നമ്മൾ ആകുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ഒരുപക്ഷെ ആത്മീയമായ രീതിയിൽ നമുക്കൊരു, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആത്മീയമായി നമ്മൾ ആ സമയം നോക്കിയ ഒരു പക്ഷെ കരമില്ലാതെ ചിന്തിക്കുക. ആത്മീയ മണ്ഡലത്തിൽ എന്തില്ല, ആത്മീയ ശുശ്രൂഷയുടെ ആ പക്വതയില് ഒരു പക്ഷെ ഏതെങ്കിലും ഒരു അവയവത്തിൽ അംഗഹീനം വന്നതുപോലെ നമ്മുടെ കരമില്ലാന്ന് ചിന്തിക്കുക. ആത്മീയമായ പക്വതയിൽ കരമില്ല, അല്ലെങ്കിൽ ആത്മീയമായ പക്വതയിൽ കാലില്ല എന്നിരിക്കേണ്ട. അപ്പൊ ക്രിസ്തുവിൽ നമ്മെ ആക്കുമ്പോൾ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, എവിടെ കുറവുണ്ടോ ആ കുറവിനെ കർത്താവ് എന്ത് ചെയ്യും? ക്രിസ്തുവിൽ പരിഹരിച്ച് നിർത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ കരം അവിടെ വന്ന് ഫിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തുവിൽ ആകുമ്പോൾ നമുക്ക് പൂർണ്ണത കിട്ടും. മനസ്സിലാകുന്നുണ്ട്? ക്രിസ്തുവിൽ നമ്മെ ആക്കിക്കൊണ്ട് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? നമ്മെ പരിപൂർണർ ആക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഒന്ന്, ദൈവദാസന്മാർ പലപ്പോഴും അല്ലെങ്കിൽ ദൈവമക്കൾ പലപ്പോഴും പക്വതയില്ലാതിരുന്നിട്ട് ദൈവം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ മറയ്ക്കുന്നത് കൊണ്ടാണ്. നമ്മെ ക്രിസ്തുവിൽ മറയ്ക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ട്? അവരെ എന്ത് ചെയ്യുന്നത് കൊണ്ട്? ക്രിസ്തുവിൽ മറയ്ക്കുന്നത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തത്, നമുക്കും ഇതുപോലെ ദൈവം എന്തെങ്കിലും അവസരങ്ങൾ മുമ്പേ തന്നാൽ, ഏതെങ്കിലും ദൈവമക്കൾ പറയുകയാണ്, വർഷിപ്പ് ലീഡ് ചെയ്യുക, മുന്നോട്ട് വരൂ, പാടാൻ കഴിവുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദൈവം നിങ്ങളുടെ മുമ്പാകെ ഒരു അവസരം തരുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഉൾവലിയരുത്. ഹല്ലേലൂയ. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉള്ളു. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ദൈവത്തിന് മുമ്പേ ചെന്നിട്ട് കർത്താവിനോട് പറയാം, കർത്താവെ എന്നെ ക്രിസ്തുവിൽ മറച്ചാലും ക്രിസ്തുവിൽ പൂർണ്ണത തന്നാലും. ഹല്ലേലൂയ. കർത്താവ് നിശ്ചയമായി പൂർണ്ണത തരും. ഞാൻ ഞാനൊരിക്കൽ ഒരു ബൈബിൾ സ്കൂളിൽ വാർഡനായി വർക്ക് ചെയ്യാൻ പോയപ്പോൾ, നാഗ്പൂരിലാണ്. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് അവരെന്നെ ഫോൺ വിളിച്ചിട്ട്, മുമ്പ് ഒരു 10-13 വർഷങ്ങൾക്ക് പുറകിലാണ്. അപ്പം അവരെന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, വിനോദെ ഒന്ന് വാർഡനായിട്ട് അവിടെ വരാമോ എന്ന് ചോദിച്ചു. അപ്പം ആ സമയത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആൾക്കാരെ ഫേസ് ചെയ്യുന്ന ഇച്ചിരി കുറവാന്ന് പറഞ്ഞാൽ, ദൈവദാസന്മാരുടെ മുമ്പാകെ ധൈര്യത്തോടെ പോയെന്ന് സംസാരിക്കാനുള്ള ബോൾഡ്നെസ് ഇച്ചിരി കുറവാണ്. ഞാൻ ദൈവദാസന്മാരുടെ എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് മുമ്പോട്ട് പോയി സംസാരിക്കാൻ ഇച്ചിരി മടിച്ചിരുന്നു ആ സമയത്ത്. ചിലരെടുത്ത് സംസാരിക്കും, ചിലരെടുത്ത് ഫേസ് ചെയ്യാൻ ഇച്ചിരി മടിയായിരുന്നു.
അപ്പോ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ വാർഡനാകണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ബൈബിൾ പറഞ്ഞു, കർത്താവെ, അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അങ്ങ് ഞങ്ങൾക്ക് പ്രാപ്തി നൽകുന്ന ദൈവമാണ്. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് പ്രാപ്തി നൽകുന്ന ദൈവമാണ്. അപ്പോൾ ആ വാക്യം പറഞ്ഞിട്ട് പറഞ്ഞു, കർത്താവെ, അങ്ങ് എനിക്ക് പ്രാപ്തി തന്നാലും, എനിക്ക് കഴിവുണ്ടോന്ന് തോന്നുന്നില്ല, ഇനി കഴിവ് അങ്ങ് തന്നാലും, എനിക്ക് കഴിവ് അങ്ങ് തന്നാലും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു, വിനോദ്, നിന്നെ കൊണ്ട് പറ്റുമോ ഈ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ, നിന്നെ കൊണ്ട് പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, ദൈവം എന്തെങ്കിലും സംസാരിച്ചു? അപ്പം ഞാൻ പറഞ്ഞു, ദൈവം പ്രത്യേകിച്ച് നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, പക്ഷെ വചനം വായിച്ചപ്പോൾ ഒരു വാക്യത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിച്ചു. എന്തുവാണ്? ഞാൻ നിനക്ക് പ്രാപ്തി നൽകാം, പ്രാപ്തി ദൈവത്തിന്റെ ദാനമാകും എന്നുള്ളൊരു വാക്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് എന്ത് നൽകും? പ്രാപ്തി നൽകും എന്ന് പറയാനിടയായി. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചോദിച്ചു? ദൈവം അതുപോലെ കൃപ തന്നു, ദൈവം പ്രാപ്തി തന്നു. എവിടെ പ്രാപ്തി കാണില്ല എന്ന് ചിന്തിച്ചോ അവിടെ ദൈവം പ്രാപ്തി നൽകാറുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇതും സംഭവിക്കും. എന്തുവാണ്? ക്രിസ്തുവിൽ എന്നെ എന്ത് ചെയ്യണമേ? പരിപൂർണരാക്കണമേ എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് നമ്മെ ക്രിസ്തുവിൽ മറച്ച് ഒരു പൂർണ്ണത നമുക്ക് നൽകും. ശുശ്രൂഷ ശരിയായി ചെയ്യാനുള്ള കൃപയും പൂർണ്ണതയും ദൈവം നൽകും. ഹല്ലേലൂയ. അപ്പോ കർത്താവ് നമ്മെ ഒരുപക്ഷെ എന്തുവാണ്? പരിപൂർണത, അല്ലെ? നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കും എന്ന് പറഞ്ഞു, അല്ലെ? പക്ഷെ പരിപൂർണത നമ്മളിൽ ഇല്ല എങ്കിൽ പരിപൂർണത നമുക്ക് കർത്താവ് നൽകുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതേസമയം കർത്താവ് നമുക്ക് പരിപൂർണത തന്ന്, ക്രിസ്തുവിൽ നമുക്ക് പരിപൂർണത തന്ന് നമ്മെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചാൽ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. അതെന്നറിയോ? നമ്മൾ ആ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതിന് തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യുക? വളരുക. ഞാൻ ഈ പദം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വാക്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ദൈവിക നീതീകരണത്തിന്റെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ കഴിവില്ലാതിരുന്നിട്ടും ക്വാളിറ്റി ഇല്ലാതിരുന്നിട്ടും നീതിയോടെയുള്ള വഴികളിൽ ഒരുപക്ഷെ നടക്കാതെ എവിടെയെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടും ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിച്ചാൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മോട് കൃപ കാണിച്ച് കർത്താവ് എന്ത് ചെയ്യുകയാണ്? ക്രിസ്തേശുവിൽ എന്നെ മറച്ചുകൊണ്ട്, കർത്താവ് നീതിമാനായതുകൊണ്ടും കർത്താവ് എന്നെ നീതീകരിച്ചത് കൊണ്ടും കർത്താവ് നമ്മെ കൃപയാൽ എന്ത് ചെയ്യുകയാണ്? കയ്യിലെടുത്ത് ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. ശരി, അങ്ങനെ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന അനുഭവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക. കർത്താവ് നമ്മോട് കാണിക്കുന്ന കരുണ, ദയ, ദീർഘക്ഷമ എല്ലാറ്റിനെയും ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം, നന്ദി പറയണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൊലോസ്യർ 1:28-29 വാക്യം ഒന്ന് വായിച്ചു നോക്കി. അതേ സഭയോട് പൗലോസ് പറയുന്ന ഒരു വാക്യമാണ്. കൊലോസ്യർ 1:28-29 വാക്യം വായിച്ചു നോക്കി. കൊലോസ്യർ 1:28-29. ആ ആ ആ ആ പോരാടിക്കൊണ്ട് അധ്വാനിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് നമ്മെ കുറവുണ്ടായിട്ടും കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്നെ ക്രിസ്തുവിൽ മറച്ചുകൊണ്ട് എന്നെ എന്ത് ചെയ്യുകയാണ്? കരങ്ങളെടുത്ത് ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി അങ്ങനെ ക്രിസ്തുവിൽ മറച്ച് എന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെ എന്തുവാണ്? നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണമില്ലാത്ത ജീവിതത്തിൽ തന്നെ തുടർന്നു പോകരുത്. മനസ്സിലാണ്ട്? നമ്മുടെ ജീവിതത്തിൽ കുറവ്, അല്ലെ, നമ്മുടെ ക്രമീകരണം പ്രാപിച്ചിട്ടില്ല എങ്കിലും ദൈവം എനിക്ക് കൃപ നൽകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ ക്രമീകരണം പ്രാപിക്കാത്ത അനുഭവത്തിൽ ജീവിച്ചു പോവുക എന്നതല്ല എൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പിന്നെ എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? അവിടെ ഇങ്ങനെ പൗലോസ് പറഞ്ഞ വാക്കെന്ന് പറയുന്നത്, അതിനെ 1:28-29 ഇപ്പൊ വായിച്ചത്, ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് പരിപൂർണമെന്ന് പറഞ്ഞിട്ടും അവരെ വീണ്ടും എന്താക്കാൻ ശ്രമിക്കുകയാണ്? തികഞ്ഞവരായി നിർത്തേണ്ടതിന് ദൈവകൃപയോടുകൂടെയുള്ള ഉപദേശം എന്താണ്? ആവശ്യമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ്
ദൈവവചനത്താൽ എന്ത് ചെയ്യുക? പക്വതയിലേക്ക് കയറി വരിക. ദൈവവചനത്താൽ എന്ത് ചെയ്യുക? പക്വതയിലേക്ക് കയറി വരിക. ഹല്ലേലൂയ. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചില ദൈവദാസന്മാരുടെ സാക്ഷ്യം കേട്ടിട്ടുള്ളതിൽ ഈ അമേരിക്കയില് ശക്തമായ രോഗശാന്തി ശുശ്രൂഷ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ ഒരു സീസൺ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 50 വർഷങ്ങൾ ശക്തമായ രോഗശാന്തി ശുശ്രൂഷകർക്ക് അതിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് രോഗശാന്തി ശുശ്രൂഷകരെ ആ സമയം കാണാൻ കഴിയുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതില് ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. ശക്തിയോടെ ഉപയോഗിച്ചൊരു ദൈവദാസ ഉണ്ടായിരുന്നു. പക്ഷെ ആ ദൈവദാസനാണെങ്കിൽ ലൈവായി രോഗികൾ മുമ്പോട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മുഴകളൊക്കെ ഒരിക്കൽ എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ പേര് ജാക്ക് കോയാണ്. അപ്പോൾ ശരി പറഞ്ഞതേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയുടെ കഴുത്തിലിരുന്ന മുഴയെ അദ്ദേഹം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അത് മാറട്ടെ എന്ന് പറഞ്ഞ ഉടനെ അത് ഇണിന്ന് കൈ വന്നു. ഈ നമ്മുടെ എന്തുവാണ് ഈ ഉണ്ണി അല്ലെ, ശരീരത്തിൽ ഇരിക്കുന്ന ഉണ്ണി എന്ത് ചെയ്യുന്നത് പോലെ വലിച്ചിഞ്ഞെടുക്കുന്നത് പോലെ അതിന് കയ്യിലിങ്ങ് പൂഞ്ഞു പോകും. അപ്പൊ എന്ന് വെച്ചാൽ അത്രമാത്രം ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസന്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്തുവാണ് ആൾക്കാരുടെ ഇടപെടുന്ന സമയത്ത് ചില സമയത്ത് ആര് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, അനുസരിക്കില്ല എന്നൊരു കാര്യം പറയുമായിരുന്നു. ആര് പറഞ്ഞാലും പെട്ടെന്ന് എന്ത് ചെയ്യും, തിരിച്ചടിച്ചു കളയും. പെട്ടെന്ന് എന്ത് ചെയ്ത് അനുസരിക്കുന്നതിന് ചെറിയൊരു ബലഹീനത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ദൈവദാസന്മാരൊക്കെ അദ്ദേഹത്തിന് ചില എന്തുവാണ് ഉപദേശങ്ങൾ കൊടുക്കാൻ അവർ ആഗ്രഹിച്ചിട്ടും പലരും എന്ത് ചെയ്തില്ല, ഉപദേശം കൊടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പം അതില് എന്തോ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവം അദ്ദേഹത്തെ എന്ത് ചെയ്തു, കൃപയാൽ ഉപയോഗിച്ചു. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടതായിരുന്നു, ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ചെയ്ത് എവിടെയാണോ കുറവ് സംഭവിച്ചത് ആ മേഖലയിൽ എന്ത് ചെയ്യേണ്ടതായിരുന്നു, ക്രമീകരണവും കറക്ഷനുകളും പ്രാപിക്കേണ്ടതായിരുന്നു. നിങ്ങൾ ഞാനും എല്ലാം സെയിം ആണ്. എന്തുവാണ്, ദൈവത്തിന്റെ വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്ത് ഏതൊക്കെ മേഖലയിലാണോ കറക്ഷൻ വരുത്തേണ്ടത് അവിടെ കറക്ഷൻ വരുത്തിയേ മതിയാവും. പക്ഷെ ദൈവം ഇന്ന് എന്നെ എന്ത് ചെയ്യുന്ന നമ്മൾ അവരവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അതുകൊണ്ട് കറക്ഷൻ വന്നതിന് ശേഷമേ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ഹൃദയം ദൈവസ്ഥതയിൽ വിധേയപ്പെടുത്തിയാൽ, നിങ്ങളുടെ ഹൃദയം ദൈവസ്ഥതയിൽ പകരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ ഈ സമയം മുതലേ കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും, ഉപയോഗിക്കാനായി കഴിയും. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് തന്റെ കൃപ പകർന്ന് നമ്മെ എന്ത് ചെയ്യാൻ കഴിയും, ഉപയോഗിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ശരി, അപ്പൊ അതാണ് നീതീകരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ നമ്മെ എന്താക്കി മാറ്റുന്നു, അത് പരിപൂർണതയുള്ളതാക്കി മാറ്റുന്നു. ദൈവം മുമ്പാകെ നമ്മെ പരിപൂർണതയുള്ളവരാക്കി നിർത്തി നമ്മെ ദൈവിക ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു, പ്രാപ്തി നൽകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവിക നീതീകരണത്തിന്റെ ഉള്ളിൽ നമ്മൾ മറയുമ്പോ, ദൈവിക നീതീകരണത്തിലേക്ക് നമ്മൾ വരുന്നത് എങ്ങനെയാണ്, യേശുവിന്റെ രക്തത്തിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. യേശുവിന്റെ രക്തത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടാണ് നമ്മൾ എങ്ങനെ വരുന്നത്, ദൈവിക നീതീകരണത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇതില് നമ്മൾ മറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ മറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈബിളിൽ ഒരു ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഒരു സംഭവം, ആ സംഭവത്തിൽ സംഖ്യാപുസ്തകത്തിൽ അതുണ്ട്. സംഖ്യാപുസ്തകം 22-ാം അധ്യായം മുതൽ ആ ഭാഗം എഴുതിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 23-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ് നമ്മൾ ഈ സമയം ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ 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 ഹല്ലേലൂയ. ശരി, ദൈവത്തിന് സ്തോത്രം. അപ്പോ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തില് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം പറയാം. ഇപ്പോ അവിടെ ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അല്ലെ, ബിലയാം എന്ന പ്രവാചകനെ ബാലാക്ക് രാജാവ് എന്ത് ചെയ്തു, ബാലാക്ക് രാജാവ് പൈസ അല്ലെ ഓഫർ ചെയ്തുകൊണ്ട്, വലിയ പൊസിഷനുകൾ ഓഫർ ചെയ്തുകൊണ്ട് വിളിച്ചു വരുത്തുകയാണ്. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ നോക്കി ശപിക്കാനായി. ഇസ്രായേലിനെ നോക്കി എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, ശപിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇസ്രായേലിനെ നോക്കി അപ്പൊ അന്നത്തെ രാജാവായ ബാലാക്ക് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബിലയാം എന്ന പ്രവാചകന് ദൈവത്തിന്റെ കൃപയുണ്ട് എന്നും, ഈ ബിലയാം എന്ന പ്രവാചകൻ ആരെ ശപിക്കുന്നുവോ അവൻ ശപിക്കപ്പെടുമെന്നും,
ആരെ ഈ പ്രവാചകൻ അനുഗ്രഹിച്ചാലും ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും എന്നൊരു കാര്യം അവിടെ അറിയാമായിരുന്നു, അല്ലെ? കാരണം അങ്ങനെ ഒരു കൃപ ദൈവം ഈ ബിലയാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുവാണ്? ബിലയാം ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവൻ എന്ത് ചെയ്യപ്പെടും? അനുഗ്രഹിക്കപ്പെടും. ബിലയാം ആരെങ്കിലും ശപിച്ചാൽ എന്ത് ചെയ്യപ്പെടും? ശപിക്കപ്പെടും. താൻ എന്ത് പറയുന്നു അത് സംഭവിക്കുമായിരുന്നു. അപ്പം ഇവിടെ ഇപ്പോ ബാലാക്ക് രാജാവ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിലയാം എന്ന പ്രവാചകനെ വിളിച്ചോണ്ട് വന്നിട്ട് ആരെ ശപിക്കാൻ പറയുകയാണ്? ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ നോക്കി ശപിക്കാൻ പറയുകയാണ്. അപ്പൊ ഈ ശാപം കൊടുക്കാൻ വേണ്ടി ഈ ബിലയാമിനെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇസ്രായേൽ ജനം താഴ്വരയിൽ പാളയമടിച്ച് കിടക്കുമ്പോ അങ്ങ് മുകളില് മലയുടെ മുകളിൽ നിർത്തിക്കൊണ്ട്, പല മലകളുടെ പല ദിക്കുകളിൽ നിർത്തിക്കൊണ്ട് താഴ്വരയിലേക്ക് നോക്കാൻ പറയും. താഴ്വരയിലേക്ക് ഇവര് താഴ്വരയിൽ പരന്നു കിടക്കുന്ന നോക്കിക്കൊണ്ട്, അവിടെ പാളയമടിച്ച് തമ്പടിച്ച് കിടക്കുന്നതിനെ നോക്കിക്കൊണ്ട് മുകളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ശപിക്കാൻ വേണ്ടി പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് എന്ത് പറ്റിയെന്നറിയോ? ഈ ബിലയാം പറഞ്ഞ ഒരു വാക്കിങ്ങനാണ്. സംഖ്യാപുസ്തകം 23:21 ഒന്ന് വായിച്ച്. സംഖ്യാപുസ്തകം 23:21. ഹല്ലേലൂയ. യാക്കോബിൽ തിന്മ കാണുവാനില്ല. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായത്തില് 23:21 അല്ലേ നമ്മളിപ്പോ വായിച്ച 21-ാം വാക്യത്തില്, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല, അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. ഇനി ശ്രദ്ധിക്കണേ, യാക്കോബിൽ എന്ത് കാണാനില്ലെന്നാ പറഞ്ഞേക്കുന്നത്? തിന്മ കാണാനില്ല. അതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് ഹി ഹാസ് നോട്ട് ഒബ്സർവ്ഡ് ഇനിക്വിറ്റി ഇൻ ജേക്കബ് എന്നാണ്. ഇനിക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മ, അല്ലെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ തെറ്റ് പറയാൻ, കുറവ് പറയാനില്ല, കുറ്റം പറയാനില്ല, ഇനിക്വിറ്റി ഇല്ല. അപ്പം യാക്കോബിൽ തിന്മ കാണാനില്ലെന്നാ പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണേ, ഇസ്രായേൽ ആ സമയം പാളയമടിച്ച് അവിടെ താഴ്വരയിലായിരിക്കുന്ന സമയത്ത് അവരിൽ കുറവില്ല എന്ന് പറയാൻ പറ്റുമായിരുന്നു. അവരുടെ ഇടയിൽ അപ്പോഴും ആരുണ്ട്? പിറുപിറുക്കുന്നവരുണ്ട്. അവരുടെ ഇടയിൽ അപ്പോഴും എന്ത് ചെയ്യുന്നവരുണ്ട്? കഠിന ഹൃദയമുള്ള ആൾക്കാർ അതിൻ്റെ ഇടയിലുണ്ട്, അല്ലെ? ഇങ്ങനെയുള്ള പല ആൾക്കാർ അതിൻ്റെ ഇടയിലുണ്ട്. അപ്പൊ തിന്മയില്ല, അവരിൽ കുറ്റമില്ല എന്ന് ഈ പ്രവാചകന് മുകളിൽ നിന്ന് നോക്കിയപ്പോ പ്രവാചകന് കാണാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് പ്രവാചകന് ഇസ്രായേലിൽ കുറ്റമില്ല എന്ന് പറയാൻ, ഇസ്രായേൽ കുറ്റമില്ല എന്ന് മുകളിൽ നിന്ന് നോക്കിയപ്പോ എങ്ങനെ തോന്നി എന്നുള്ളതാണ്. എങ്ങനെ തോന്നി? മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവത്തിന് കുറെ നാളുകൾക്ക് മുൻപാണ് ദൈവം ഇസ്രായേലിനോട് എന്ത് പറഞ്ഞത്? ദൈവത്തിന്റെ സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞതും, പാപപരിഹാരത്തിനായുള്ള എന്ത് ചെയ്യാൻ പറഞ്ഞതും, യാഗപീഠം പണിയുക, പാപക്ഷമയ്ക്കായി എന്ത് ചെയ്യുക? ആട്ടുകൊറ്റന്മാരെ കൊണ്ടുവരിക, അല്ലെ? രക്തത്താൽ എന്ത് ചെയ്യുക? മൃഗത്തിന്റെ രക്തത്താൽ പാപമോചനം ഉണ്ടാകുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞത് അതിന്റെ അനേക നാളുകൾക്ക് മുൻപില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലിന് എന്തുകൊണ്ട് അവരിൽ കുറ്റമില്ല എന്ന് പറയാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ രക്തം അവരെ എന്ത് ചെയ്യുകയായിരുന്നു? ശുദ്ധീകരിക്കുകയായിരുന്നു. രക്തം അവർക്കൊരു കവറിങ് ആയിരുന്നു. എന്നുവെച്ചാൽ അവരുടെ കുറ്റത്തെ എന്ത് ചെയ്യുകയായിരുന്നു? അവരുടെ കുറ്റം വെളിയിലേക്ക് കാണാൻ കഴിയാതെ വണ്ണം അവരിൽ വിശുദ്ധിയെ അതെന്ത് ചെയ്തു? പകർന്നു നൽകി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മെ ശുദ്ധീകരിച്ചത് ആരാണ്? യേശുവിന്റെ രക്തമാണ്, അല്ലെ? അപ്പൊ നമ്മൾ യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ വരുമ്പോ, ദൈവനീതിയുടെ മറവിൽ വരുമ്പോ, നമ്മെ നോക്കുമ്പോഴും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? പിശാചിന് കുറ്റം കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ ദൈവനീതിയുടെ മറവിൽ നമ്മൾ മറയുമ്പോൾ ഉള്ള ഗുണം അതാ. യേശുവയുടെ രക്തത്തിന്റെ മറവിൽ എന്നെ മറച്ചാലും, യേശുവിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചാലും, യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചാലും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് അതിൻ്റെതായ പവറുണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യുകയാണ്? കുറ്റമില്ലാത്തവരായി നമ്മെ ദൈവം എന്ത് ചെയ്യുകയാണ്? നിർത്തുകയാണെന്നുള്ളതാണ്.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് അങ്ങനെ നമ്മെ നീതീകരിച്ച വിധങ്ങൾക്കായി സ്തോത്രം. നമുക്ക് വേഗത്തിൽ അടുത്ത ചില ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തില് നീതീകരണത്തിന് അത്യാവശ്യമായി വരുന്ന ചില മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ശാരീരിക മണ്ഡലത്തിലെ കുറവുകളാകാം, വായിലെ വാക്കുകളാകാം, അല്ലെങ്കിൽ ചിന്തകളോ ഏതെങ്കിലും മേഖലകളിലൂടെയൊക്കെ നമ്മൾ ഈ ലോകത്തിന്റെ വിഷയത്തിന്റെ നടുവിലാണ് നമുക്ക് എന്ത് പറ്റുന്നത്, കുറവുകൾ പറ്റുന്നത് അല്ലെ. കുറവുകൾ, കറകൾ അഥവാ വന്നുപോയാൽ ഭവിക്കുന്നത് അതുവഴിയാണ്, ആ മേഖലകൾ വഴിയാണ്. ചിലപ്പോൾ കണ്ണുകൾ അല്ലെ, ബൈബിളിൽ യേശു പറഞ്ഞു ശരീരത്തിന്റെ വിളക്ക് എന്താകുന്നു, കണ്ണാകുന്നു അല്ലെ. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, മുഖമൊക്കെ പ്രകാശിക്കല്ലേ, ശരീരം മുഴുവൻ പ്രകാശിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ചിലപ്പോൾ കണ്ണ് അത് വിഷയമാണ്. അപ്പൊ പല മേഖലകൾ എന്തുണ്ട് നമുക്ക് ശുദ്ധീകരണത്തിന്, നമുക്ക് നമ്മെ എന്തുവേണം, നമ്മൾ ക്രമീകരിച്ച് നിൽക്കേണ്ടെന്ന് വെച്ചാൽ നമ്മളെ ക്രിസ്തുവിൽ നമ്മെ എന്ത് ചെയ്യുന്നു, പരിപൂർണരാക്കി മാറ്റുന്നു. പക്ഷെ നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന, അശുദ്ധിയിൽ നടത്തപ്പെടുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ശാരീരികമായ മണ്ഡലത്തിലോ അല്ലെങ്കിൽ ചിന്താമണ്ഡലത്തിലോ അങ്ങനെയുള്ള വിഷയങ്ങളിലാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ചിലർക്ക് വീഴ്ചകൾ വന്നു പോകുന്നത്. പക്ഷെ മനസ്സിലാക്കിടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ നമ്മെ പരിപൂർണരാക്കി എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു അല്ലെ. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം. ബൈബിളില് 1 യോഹന്നാൻ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 1 യോഹന്നാന്റെ ലേഖനത്തില്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഇത് പറയുക. ഏതാണ്? 1 യോഹന്നാൻ 2:1. പക്ഷെ അതിനുശേഷം പറയുകയാണ്, ഒരുവൻ പാപം ചെയ്തു പോയി എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് എന്താകുന്നു, പ്രായച്ചിത്തമാകുന്നു. അപ്പൊ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ കൃപയിൽ എന്ത് ചെയ്യണം, ദൈവത്തിന്റെ ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് വരണമെന്നും അതിനുശേഷം ദൈവം വീണ്ടും നിങ്ങൾക്ക് പ്രൊമോഷൻ തന്ന് ദൈവം ഉദ്ദേശിക്കുന്ന മണ്ഡലത്തിലേക്ക് നിങ്ങൾ ഉയർന്നു വരണമെന്നതുമാണ് ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത്. ദൈവം ഉദ്ദേശിക്കുന്ന ആ ലെവലിലോട്ട് നിങ്ങൾ വരണമെന്നും പിന്നെ അടുത്ത് എന്ത് ചെയ്യണം, ദൈവം ഉദ്ദേശിക്കുന്ന പൊസിഷനിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറണമെന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് വീണു കൊടുക്കുമ്പോൾ എന്തുപറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ചില സമയത്ത് തെറ്റുകൾ വന്നു, അറിയാതെ പെട്ടെന്ന് അബദ്ധം വന്നു, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയി, നമ്മൾ കർത്താവിനോട് ക്ഷമ ചോദിച്ചു ക്രമം. പക്ഷെ വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും തെറ്റിയുമ്പോൾ എന്തുപറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആത്മീയമായി ഒന്നേ കാലിടറി വീഴുന്ന അനുഭവത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ, ശരി കാലിടറി നിങ്ങൾ വീഴുമെന്നിരിക്കട്ടെ, കർത്താവിനോട് ക്ഷമ ചോദിച്ച് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുകയാണ്, നിൽക്കുകയാണ്, നിങ്ങൾ വീണ്ടും കർത്താവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, എവിടെയാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിലേക്ക് നിങ്ങൾ തിരികെ വരികയാണ്. എന്ന് വെച്ചാൽ ചില സമയത്ത് നിങ്ങൾ ആ ദൈവം ഉദ്ദേശിക്കുന്ന ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറേണ്ട സ്ഥാനത്ത് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വീണ്ടും താഴേന്ന് കയറുന്നത് പോലത്തെ സിറ്റുവേഷനിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 9:27 ഇനി പറയുന്നതെല്ലാം നിങ്ങൾ ദയവായിട്ട് ചിന്തിച്ച് മനസ്സിലായിക്കോണ്ടേ. 1 കൊരിന്ത്യർ 9:27 ഒന്ന് വായിച്ചു നോക്കിയേ. 1 കൊരിന്ത്യർ 9:27. ശരി, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ദണ്ണിപ്പിച്ച് അടിമയാക്കിയത്ര ചെയ്തു. എന്ന് കഴിഞ്ഞാൽ ദണ്ണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് അടിക്കുമെന്നല്ല, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ ഒരു ശരീരത്തിന്റെ ഇഷ്ടങ്ങളുണ്ട്, ആ ഇഷ്ടങ്ങളുടെ നടുവില് ഇപ്പൊ നിങ്ങളിപ്പം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഒരു ബിരിയാണി കാണുമ്പോൾ കഴിക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ ആവേശവും കാണിക്കും. നല്ലൊരു മണം നിങ്ങളുടെ മൂക്കിലേക്ക്, നല്ല ബിരിയാണി ചോറ് നിങ്ങൾ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിരിയാണി ചോറിന്റെ നല്ലൊരു മണം നിങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചു കയറിയാൽ നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യുക, അത് കഴിക്കാനുള്ള കൊതിയെല്ലാം കാണിക്കും. അപ്പോൾ നിങ്ങൾ ആ സമയം കൺട്രോൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വേദനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ശരീരം കരയുകയാണ്, ശരീരത്തെ നിങ്ങൾ വേദനിപ്പിക്കുക. പക്ഷെ ദൈവത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ശരീരത്തെ കൺട്രോൾ ചെയ്യുക. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ വായിലെ വാക്കുകളാകട്ടെ, നമ്മുടെ പ്രവൃത്തികളുടെ വേറെ മേഖലകളിൽ, ഞാൻ ഈ പറഞ്ഞ ആഹാരത്തിന്റെ വിഷയം പോയിട്ട് വേറെ മണ്ഡലങ്ങളിൽ
അവിടെ ദൈവഹിതമല്ലാത്ത ഒരു പ്രലോഭനം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നോ എന്ന് പറഞ്ഞാൽ ശരീരം മനുഷ്യ ആ സമയം എന്ത് ചെയ്യും? ഒരു വല്ലായ്മ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണമെന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലായി? അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പദം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. മനസ്സിലാവും? ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കുക. അതിന്റെ അർത്ഥം, ഞാൻ എൻ്റെ ശരീരത്തിൽ വീഴ്ച സംഭവിച്ചു പോയാൽ ഒരുപക്ഷെ എനിക്ക് എന്താകാനായി കഴിയും? അത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്വാളിഫൈഡ് എന്നാണ്. എനിക്കെന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ആയിരുന്നു, പക്ഷെ ഞാൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്ത് പറ്റി? ഡിസ്ക്വാളിഫൈഡ് എന്ന ഒരു പൊസിഷനിലേക്ക് എത്തി. പക്ഷെ എന്നെ ദൈവം, ശ്രദ്ധിച്ചോണേ, ദൈവം നിങ്ങളെ ഒരു പൊസിഷനിൽ ആക്കി വെച്ചാൽ ആ പൊസിഷനിൽ ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് ആ പൊസിഷൻ നിങ്ങൾക്കുള്ള പൊസിഷനിൽ നിന്ന് നിങ്ങളെ മാറ്റത്തില്ല. ദൈവം നിങ്ങളെ ഒരു പൊസിഷനിൽ ആക്കി വെച്ചിരിക്കുന്നത് ദൈവം കണ്ടാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾ ആ പൊസിഷനിൽ വരണമെന്നത് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ ദൈവം ആഗ്രഹിച്ച ആ പൊസിഷനിൽ നിന്ന്, ക്വാളിഫൈഡ് പൊസിഷനിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് പൊസിഷനിലേക്ക് താഴേക്ക് വരുമെന്നാണ് പറയുന്നത്. പിന്നെ വീണ്ടും കർത്താവിനോട് ക്ഷമ ചോദിച്ച് എന്ത് ചെയ്യണം? പതുക്കെ പതുക്കെ പടിപടിയായി എന്ത് ചെയ്യണം? ഒരു മുറിവ് വന്നിട്ട് മുറിവിനെ ഉണക്കിയെടുക്കാൻ ആൾക്കാര് സമയം എടുക്കത്തില്ലേ? ഒരു മുറിവ് ഒരാളുടെ ശരീരത്തിൽ ഉണ്ടായ മുറിവിൽ ഒരാൾ മരുന്ന് വെച്ച് കെട്ടുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാണ്? ആ മുറിവ് ഉണങ്ങുമെന്നുള്ളത് തന്നെയാണ് ഉറപ്പ്, അല്ലേ? ഒരാളുടെ ശരീരത്തില് ഒരു മുറിവില് മരുന്ന് വെച്ച് കെട്ടി അതിന്റെ അർത്ഥം എന്തുവാണ്? ആ മുറിവ് നിശ്ചയമായിട്ട് ഉണങ്ങും. അതിനാണ് ഞാൻ മരുന്ന് കിട്ടുന്നത്, അല്ലേ? പക്ഷെ എന്നിരുന്നാലും ഒരുപക്ഷെ എന്ത് ചെയ്യാം? ഇത് പുറത്തു വരാൻ സമയമെടുക്കും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതിനെ മനസ്സിലാക്കണേ. അപ്പൊ ദൈവം നമ്മെ ക്രിസ്തുവിൽ നീതീകരിച്ച് പൊസിഷൻ എല്ലാം തന്ന് നമ്മെ കരം പിടിച്ചാണ് ഉയർത്തുന്നത്. ദൈവകൃപയില് പടിപടിയായാണ് നമുക്ക് ഉയർച്ച ലഭിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ നിറവ്, അഭിഷേകം, ഇതെല്ലാം പകരപ്പെടുന്ന സമയത്ത് പടിപടിയാണ് ദൈവം നമ്മെ എന്ത് ചെയ്യുന്ന? വളരുമാറാക്കുന്നത്. ആരെയും ഒറ്റയടിക്ക് ദൈവം എന്ത് ചെയ്യത്തില്ല. ട്രെയിനിങ് ഇല്ലാതെ, പഠിപ്പിക്കലില്ല, ദൈവം നമ്മോട് പരിശീലിപ്പിക്കാതെ ഒരു ഹയർ പൊസിഷനിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരത്തില്ല. പടിപടിയായി ഉയർത്തും. ഒരുപക്ഷെ അഥവാ നിങ്ങൾ ഒരു കർത്താവ് ശക്തിയോടെ ഒരു ദിവസം അല്ലാതെ ഉപയോഗിച്ചെന്നിരിക്കട്ടെ, എന്നിരുന്നാലും ചിലപ്പോൾ അടുത്ത ദിവസം മുതൽ ദൈവം നിങ്ങൾ എന്ത് ചെയ്യും? പടിപടിയായി നിങ്ങളെ പഠിപ്പിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ദൈവം നൽകുന്ന ക്വാളിഫൈഡ് പൊസിഷനിൽ നിന്ന് താഴേക്ക് വരാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കാൻ, മനസ്സിലാവും, നിങ്ങൾ എന്ത് ചെയ്യണം? ജാഗരൂകരായിരിക്കണം. നിങ്ങൾ അത് ഒരു തീരുമാനം, അതിനാണ് തീരുമാനവും സമർപ്പണം എന്ന് പറയുന്നത്. തീരുമാനം, സമർപ്പണം, അതൊരു ഏറ്റവും വലിയ അത്യാവശ്യമായ ഒരു ഘടകമാണ്. എന്തൊക്കെയാണ്? തീരുമാനം, സമർപ്പണം. തീരുമാനം, സമർപ്പണം എന്ന് വെച്ചാൽ, ദൈവമേ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല, നിങ്ങളുടെ ശരീരത്തിന് ഇഷ്ടപ്പെട്ട മേഖല, പക്ഷെ നിങ്ങൾക്ക് അറിയാം ദൈവത്തിന്റെ ആത്മാവിന് അത് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലുള്ള തീരുമാനത്തെ ഓർത്തുകൊണ്ട്, കർത്താവ് ഞാൻ അങ്ങേ അനുസരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ്, മനസ്സിലാവും, ദൈവത്തിന് ഹിതമല്ലാത്ത വഴികളെ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. 2 തിമോഥെയോസ് 2-ാം അധ്യായം വേദത്തിലൊന്ന് വായിച്ച്. 2 തിമോഥെയോസ് 2-ാമത്തെ അധ്യായം 20-21 വാക്യം ഒന്ന് വായിച്ച്. 2 തിമോഥെയോസ് 2-ാം അധ്യായം 20-21 വാക്യം. മാനപാത്രമായിരിക്കും. അടുത്ത 22 നമുക്കറിയാം, യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. ഹല്ലേലൂയ. ശരി, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച 20-21 വാക്യത്തില് നോക്കി. എന്നാൽ ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. അടുത്ത് ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥൻ ഉപയോഗവുമായി
നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇപ്പോ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ച, നമ്മൾ സാധാരണ ഒരു വീടുകളിൽ പോകുന്ന സമയത്ത് വീട്ടിന്റെ ഫ്രണ്ടിൽ ഷോക്കേസിൽ നമ്മൾ എന്ത് കാണും? ചിലപ്പോൾ കുറെ കപ്പുകൾ, അല്ലെ, കപ്പുകൾ ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കപ്പുകൾ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളോടുകൂടിയ ചില പാത്രങ്ങൾ ഇരിക്കും. ചിലത് അല്ലെങ്കിൽ വീട്ടിന്റെ അടുക്കളയിൽ ഇരിക്കുന്ന ചില പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പാത്രങ്ങളുണ്ട്, എടുത്ത് ഗസ്റ്റുകൾക്ക് ചായ കുടിക്കാൻ കൊടുക്കുന്ന പാത്രങ്ങളുണ്ട്. പിന്നെ ചില പാത്രങ്ങൾ വെളിയിൽ എന്ത് ചെയ്യുന്ന പാത്രങ്ങളുണ്ട്, മഴയിൽ നനഞ്ഞ് വെള്ളം എടുത്ത് അത്യാവശ്യത്തിന് ഒഴിക്കാൻ അല്ലെങ്കിൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനും അതിനൊക്കെ വെളിയിലിരിക്കുന്ന പാത്രങ്ങളുമുണ്ട്, അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ദൈവത്തിന്റെ സന്നിധിയില് ദൈവം നമുക്ക് എന്ത് കാണിക്കാറില്ല? വേർതിരിവ് കാണിക്കാറില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാനപാത്രമായി ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമ്മെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധവും ഉടമസ്ഥന് പ്രയോജനവുമുള്ള പാത്രമായി നമ്മെ ഏൽപ്പിക്കാൻ കഴിയണം. മനസ്സിലായി? വിശുദ്ധിയോടെയും പിന്നെ എന്ത് ചെയ്യുക, എന്തുവാണ്, നല്ലൊരു ക്ലീൻ ആയ ഒരു പാത്രമായി, ഉപയോഗമുള്ള ഒരു പാത്രമായി. എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മെ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദൈവം നോക്കുമ്പോൾ ആരെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഞാൻ റെഡിയായി ഉണ്ടാകണം. നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ടാകണം. കർത്താവ് എപ്പോൾ നോക്കിയാലും ഇവൻ എന്തുവാണ്, എൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവനാണ്, എൻ്റെ സന്നിധിയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നവനാണ്, ഞാൻ ഇവനെ എന്ത് ചെയ്യാം, കൃപ കൊടുത്ത് ഈ സമയം ഞാൻ ഉപയോഗിക്കാം എന്ന് കർത്താവിന്. അങ്ങനെ കർത്താവിന്റെ ദൃഷ്ടിയുടെ മുമ്പിൽ ഉപയോഗപാത്രം. അതിനെന്ത് ആവശ്യം എന്നറിയാം? അതിനെന്ത് ആവശ്യം? സമർപ്പണവും ആവശ്യം? സമർപ്പണവും തീരുമാനവും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന മാനപാത്രമായി എന്നെ മാറ്റിയാലും ഞാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരം നിൽക്കാൻ കർത്താവ്, അല്ലെ, ഞാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാം അപ്പ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ഈ ദിവസം ഞാൻ നടക്കും കർത്താവ്, നാളത്തെ ദിവസവും നടക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഒരുക്കവും തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്? മാനപാത്രമായി ദൈവം നമ്മെ ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ ഒരിടത്തും ലജ്ജിച്ചു പോകാതെ ദൈവം നമ്മെ എന്ത് ചെയ്യും? അതിശയമായി നമ്മൾ നടത്താനിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കണം, നമ്മെ താണ അനുഭവത്തിൽ നിന്ന് തന്റെ നീതീകരണത്തെ തന്ന് നമ്മെ കയറ്റിക്കൊണ്ട് വന്ന് ദൈവം ആഗ്രഹിക്കുന്ന പൊസിഷനിൽ ക്രിസ്തുവിൽ നിർത്തി ദൈവവചനത്താൽ നമ്മെ എന്തുവാണ്, ദൈവം ആഗ്രഹിക്കുന്ന നീതിയുടെ വഴിയിലും ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലും നടക്കാൻ നമ്മെ സഹായിച്ച് അടുത്ത കർത്താവ് നമ്മോട് എന്ത് പറയുകയാണ്? മക്കളെ, ഞാൻ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ഞാൻ നിന്നെ എന്ത് ചെയ്യും? ആവശ്യമായ കൃപകൾ പകർന്ന് നിന്നെ ഞാൻ ശക്തിയോട് ഉപയോഗിക്കുമെന്ന് കർത്താവ് പറയാനിടയാകും. കേട്ടോ? അങ്ങനെ അപ്പൊ അതിന് നമ്മൾ തീരുമാനവും സമർപ്പണവും ആവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, കർത്താവ് ഒരിക്കലും നമ്മെ എന്ത് ചെയ്യത്തില്ല, ഫോഴ്സ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ചെയ്തേ പറ്റൂ, ഞാൻ പറഞ്ഞ അനുസരിച്ചേ പറ്റൂ എന്ന് വാശി പിടിക്കത്തില്ല. കർത്താവ് സ്നേഹത്തോടെ പറയത്തേ ഉള്ളൂ. എന്താ പറയാ, മക്കളെ, ഇതെന്റെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, അതങ്ങ് അവോയ്ഡ് ചെയ്തേക്ക് എന്ന് കർത്താവ് സ്നേഹത്തോടെ പറയത്തുള്ളൂ. ആ സ്നേഹത്തോടെ പറയുന്ന സമയത്ത് നമ്മൾ പറയുകയാണെന്ന്, കർത്താവ് ഓക്കെ കർത്താവ് അങ്ങയുടെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യാം എന്ന് പറയുന്ന സമയമുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ കർത്താവ് ഞാൻ അല്പസമയം ഒന്ന് എന്ത് ചെയ്യട്ടെ, എൻ്റെ ഇഷ്ടപ്രകാരം ഒന്ന് നടന്നോട്ടെ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. ഹല്ലേലൂയ. മനസ്സിലാണ്? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി, അവിടെ ചോയ്സാ വരും, തീരുമാനം. എന്തുകൊണ്ട്? ഞാൻ ദൈവത്തെ അനുസരിക്കാൻ സമർപ്പണമുണ്ടോ? മനസ്സിലാണ്? തീരുമാനമുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ആകാൻ കഴിയണം? നമ്മളെ കൊണ്ട് പറ്റണം. എപ്പോ കർത്താവ് നമ്മോട് പറഞ്ഞാലും ഓക്കെ കർത്താവ്, ഞാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാം, ജീവിക്കാം എന്ന് പറയുന്ന അളവിൽ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു ജീവിതം നമുക്ക് എന്ത് ചെയ്യട്ടെ, അങ്ങനെ തീരുമാനവും സമർപ്പണവും നമ്മളിൽ ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൃപയുടെ ആ ഉദ്ദേശിക്കുന്ന പൊസിഷനിൽ നിങ്ങളെ കൊണ്ടുവരികയും കർത്താവ് ആഗ്രഹിക്കുന്ന ഉയർച്ചയിൽ ദൈവത്തിന് നമ്മെ നടത്താനും കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലോട്ട് വേഗത്തിലൊന്ന് ചിന്തിച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവേ. ഇനി മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം,
ദൈവിക ശുശ്രൂഷ, ഇതെല്ലാം ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ജീവിതചര്യയിൽ ജീവിച്ചു തുടർന്നുകൊണ്ട് എന്നെ കർത്താവ് ഉപയോഗിക്കുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, ജീവിതത്തെ അങ്ങ് തള്ളി നീക്കരുത്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. എന്തുവാണ്, ജീവിതത്തിൽ കുറവുകളെല്ലാം സംഭവിച്ച് മനസാക്ഷിയിൽ ദൈവത്തിന്റെ ആത്മാവ് തെറ്റാണെന്ന് ഓർമ്മിപ്പിക്കുന്നു, അത് ശരിയാക്കുന്നു, അത് കറക്റ്റ് ചെയ്യുന്നു, അല്ലെ? പക്ഷെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, അവർ മറുതലിക്കുന്നു, ദൈവത്തോട് അനുസരണ കാണിക്കുന്നില്ല, ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ടും എന്ത് ചെയ്യുന്നില്ല, അതിന് ചെവി കൊടുക്കുന്നില്ല. പിന്നെ അങ്ങനെ 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 ആയി അവസാന ഹൃദയം എന്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കഠിനമായി പോകുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ പാറ പോലെ കഠിനമാകുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോ അവരിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ എടുക്കാൻ വേണ്ടി, അവരിൽ തന്നെ അവർക്കൊന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ വേണ്ടി അവരടുത്ത് പറയുന്ന ഒരു കാര്യമാണ് എന്തുവാണ്, കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ തെറ്റിൽ തന്നെ തുടർന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, കർത്താവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. കാരണം ഞാൻ ആരാണ്, ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞൊഴിയുന്ന ആൾക്കാരുണ്ട്. ദൈവം കറക്റ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും ചില മേഖലകളിൽ ആലോചന കൊടുത്തിട്ടും അനുസരണക്കേട് കാണിക്കുന്നവരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ ക്രിസ്തുവിൽ നീതീകരിച്ച് നമ്മെ കൃപയാൽ നമ്മെ ഉപയോഗിക്കുന്നു എന്ന് പറയുകയും എന്നാൽ ചില മേഖലകൾ കറക്റ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കുകയും ചെയ്താൽ കറക്റ്റ് ചെയ്യേണ്ട മണ്ഡലങ്ങളിൽ ഞാൻ കറക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ചെയ്യുന്നില്ല, ചെയ്യാതെ തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് നടന്നോളാം എന്ന് ചിന്തിച്ചാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പറയുന്ന ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം. വിൽഫുൾ സിൻ ഈസ് ബ്രിങ്ങിങ് ആം ഓഫ് ഫ്ലഷ് ജസ്റ്റ് ലൈക്ക് സാംസം ഫൈറ്റിംഗ് ഇൻ ലോർഡ്സ് ബാറ്റിൽ. എന്ന് വെച്ചാൽ ശിംശോനാണെങ്കിൽ ഈ അറിഞ്ഞുകൊണ്ട് പാപത്തിൽ തുടർന്ന് തന്നെ ജീവിച്ചാൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ തന്നെ തുടർന്ന് ജീവിച്ചാൽ, അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നതിന് തുല്യമെന്നറിയാമോ, ശരീരം കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ യുദ്ധം ശരീരം കൊണ്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ശ്രമിക്കുന്നവരെ പോലെ ഇരിക്കും. ദൈവത്തിന്റെ യുദ്ധം ശരീരം കൊണ്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ശ്രമിക്കുന്നതിനെ പോലെ ഇരിക്കും. ഹല്ലേലൂയ. ശരീരം കൊണ്ട് എന്തെങ്കിലും ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുമോ? ദൈവം വച്ചിരിക്കുന്ന ലോ അല്ലെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന വിക്ടറി, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടവരാണ്, അല്ലെ? പല മേഖലകളിൽ നമുക്ക് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തുവാണ്, പ്രാർത്ഥനയുടെ പോരാട്ടത്തിലൂടെ, അല്ലെ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, വചനത്തിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, വിശ്വാസത്താൽ വിളിച്ചു വരുത്തേണ്ടതാണ്, അല്ലെ? വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടതാണ്. ചിലതൊക്കെ നമുക്ക് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ചിലപ്പോ ആത്മീയമായ വിശ്വാസത്തിന്റെ നടുവിലൊക്കെ എന്ത് ചെയ്യപ്പോഴും അത് റിലീസ് ചെയ്ത് നമ്മുടെ അടുക്കിലേക്ക് വരും. ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിലൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് ജഡം കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ ജയം ഉണ്ടാകത്തില്ല. ഞാൻ എന്തുകൊണ്ടാണ് ശിംശോന്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്കറിയാം ശിംശോനാണെങ്കിൽ ഫെലിസ്തീയുടെ കന്യകയെ ഒരു പെൺകുട്ടിയെ എടുക്കൽ എന്ത് ചെയ്തു, അവിടെ പോയി അവളുടെ കൂടെ തുടർന്നു, അല്ലെ? അങ്ങനെ വന്നപ്പോ എന്തൊരു വെച്ചു കഴിഞ്ഞാൽ അല്ലെ, അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്, ശിംശോൻ എന്ത് ചെയ്യുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു, അല്ലെ? മടിയിൽ ഉറങ്ങുകയായിരുന്നു. അപ്പൊ ഈ ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, തന്നെ ദൈവം ഏൽപ്പിച്ച പൊസിഷൻ പോലും മറന്ന് എന്ത് ചെയ്യുകയാണ്, ഉറങ്ങുക. അപ്പൊ ഉടനെ 16:20 ഒന്ന് വായിച്ച്, ന്യായാധിപന്മാർ 16:20 ഒന്ന് വായിച്ചു നോക്കെ. ന്യായാധിപന്മാർ 16:20. ന്യായാധിപന്മാർ 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. പക്ഷെ എഴുന്നേറ്റ് കുടഞ്ഞു കളഞ്ഞപ്പോ എന്ത് ചെയ്തു, കുടയാൻ പറ്റിയില്ല, അല്ലെ?
തന്നെ കെട്ടിയിരുന്ന കെട്ടുകളൊന്നും പൊട്ടിക്കാൻ തന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് തൊട്ട് മുമ്പൊക്കെ ശിംശോനാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ നടന്നിട്ടും താൻ എന്ത് ചെയ്തു? താൻ എഴുന്നേറ്റ് കൊടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തിരുന്നു? തൻ്റെ മേൽ പകരപ്പെട്ട് താൻ ആ കെട്ടുകളെയൊക്കെ കുടഞ്ഞെന്ത് ചെയ്തു? പൊട്ടിച്ചു കളഞ്ഞു അല്ലെ. അപ്പം ആ സമയത്ത് ദൈവം എങ്ങനെ ഉപയോഗിച്ച ദൈവമനുഷ്യനെ ഉപയോഗിച്ച് എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? കൃപയാൽ ഉപയോഗിച്ചു അല്ലെ. ദൈവത്തിന്റെ കൃപയാൽ ഉപയോഗിച്ചു. പക്ഷെ അതിൽ തന്നെ ഇങ്ങനെ തുടർന്ന് വന്നപ്പോൾ എന്തൊരു വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം താൻ എന്തുവാണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപയാൽ ഈ കെട്ടുകളെ ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞ് ചാടി എണീറ്റപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നില്ല. പിന്നെ എന്തേ വരുന്നുള്ളൂ? എന്റെ ശരീരം കൊണ്ട് കുലുക്കാൻ നോക്കുന്നതേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? കെട്ടുകളൊന്നും പൊട്ടുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഇത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ കാര്യം. അപ്പൊ അതുകൊണ്ട് ഇതും നമ്മൾ ഓർത്തിരിക്കുക. എന്തുവാണ്? നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി കൊടുക്കാൻ നമ്മെ കൊണ്ട് കഴിയട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതിയെ കുറിച്ച് ഇത്രയും ക്ലാസ് എടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം. പിന്നെ അടുത്ത് നമുക്കറിയാം, ഈ ശിംശോൻ പിന്നെ എന്ത് ചെയ്തെന്നാ പറഞ്ഞേക്കുന്നത്? ദൈവത്തോട് ക്ഷമ ചോദിച്ച് കരഞ്ഞ്, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കുറെ നാളുകൾ ദൈവത്തോട് കരഞ്ഞ സമയത്ത് കർത്താവ് എന്ത് ചെയ്തു? വീണ്ടും തൻ്റെ മുടി വളരാനും അല്ലെ, തലയിലെ തലമുടി വളരാനും, പിന്നെ എന്ത് ചെയ്തു? വീണ്ടും തൻ്റെ മേൽ അഭിഷേകം പകരാനും ഒക്കെ ഇടയായി. താൻ കരഞ്ഞ ദൈവത്തോട് അനുദപിച്ചപ്പോ അല്ലെ, ആണോ അല്ലേ? ദൈവം അങ്ങനെയൊക്കെ തന്നെ യഥാസ്ഥാനപ്പെടുത്തി. പക്ഷെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തൻ്റെ കണ്ണിന്റെ കാഴ്ച എന്ത് ചെയ്തു? പോയി എന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. കാഴ്ചകളെ എന്ത് ചെയ്തു? ഫെലിസ്തീന് വന്ന് കുത്തി പൊട്ടിച്ചു എന്നൊക്കെ പറയും. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മെ കരുണയാൽ കാത്തിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഇത്രയും ഈ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? യേശുവിന്റെ രക്തത്തിലൂടെയും ദൈവത്തിന്റെ കൃപയാലും വിശ്വാസത്താൽ പ്രാപിക്കേണ്ടുന്ന നീതീകരണം നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളെ ഞാൻ ഈ കർത്താവിന്റെ കൃപയിൽ അടുത്ത് വരാം, നാളെ ഞാൻ പ്രാർത്ഥിക്കാം, നാളെ ഞാൻ യഥാസ്ഥാനപ്പെടാം, നാളെ ദൈവത്തോട് ഞാൻ ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞ് നാളെ എന്ന് പറയാതെ ഇന്നേ തന്നെ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന്റെ കൃപയിൽ എന്ത് ചെയ്യുക? അടുത്ത് ചെന്ന് നിരപ്പ് പ്രാപിച്ച്, വിശ്വാസത്തുള്ള നീതീകരണം പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, ദൈവ കൃപയുടെ ആ മാധുര്യം അനുഭവിച്ച് ദൈവം പടിപടിയായി പണിയുന്ന ആ പണിയൽ പ്രക്രിയയിലേക്ക് എന്ത് ചെയ്യുക? കയറി ചെല്ലുക. മനസ്സിലാവുന്നുണ്ട്? എല്ലാരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവം നമ്മെ എല്ലാവരെയും നമ്മളായിരുന്ന അനുഭവത്തിൽ നിന്ന് പണിതെടുത്ത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവകൃപയിൽ, നീതീകരണത്തിലൊക്കെ പണിതെടുത്ത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷൻ വരെ ദൈവത്തിന് നമ്മെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. മനസ്സിലാവും? ദൈവം നമ്മെ ഒരു പൊസിഷനിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുവരും. മനസ്സിലാവുന്നു? ആ പൊസിഷന്റെ ആ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ വന്നാൽ, ആ പൊസിഷനിൽ വന്നാൽ ദൈവം താൻ ആഗ്രഹിക്കുന്നത് പോലെ പല മേഖലകളിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനായി കഴിയും. ഹല്ലേലൂയ. അപ്പൊ നമ്മെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് യേശുവിന്റെ രക്തവും ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, വിശ്വാസത്തുള്ള നീതീകരണം, ഇതെല്ലാം നമ്മെ എന്ത് ചെയ്യും? ആ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അവിടെ നമ്മൾ അനുസരണയോടെ നിന്നാൽ, ദൈവം കൊണ്ടുവന്ന പൊസിഷനിൽ നമ്മൾ നന്ദിയുള്ളവരായി, കർത്താവെ ഞാൻ അങ്ങേ അനുസരിക്കാം, ഞാൻ അങ്ങയുടെ ഇഷ്ടത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് വരെ, കർത്താവെ ഞാൻ അനുസരിക്കാം, അങ്ങയുടെ ഇഷ്ടത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ആ പോയിന്റിന്റെ ആ അറ്റ്മോസ്ഫിയറിൽ നിന്നാൽ നിങ്ങൾ നിൽക്കുന്ന അനുഭവത്തിൽ നിൽക്കുക മാത്രമല്ല, പിന്നെ പടിപടിയായ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നിങ്ങളുടെ ആ പൊസിഷനിൽ നിന്നുകൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? വൻ കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനായി കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തി പാട്ട് അല്ലെ വർഷിപ്പ് ലീഡറായി ദൈവം കണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. ഒരാളെ വർഷിപ്പ് ലീഡറായി ദൈവം കണ്ടിരിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ, ദൈവം ആദ്യം ആ വ്യക്തി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ പൊസിഷനിലേക്ക് ദൈവം ഫസ്റ്റ് കൊണ്ടുവരും അല്ലെ. ആ ലെവലിലേക്ക് ഫസ്റ്റ് അതിന് കയറി വരാനൊക്കെ ഉള്ള അവസരങ്ങളെല്ലാം ദൈവം നൽകും. കൃപ നൽകും, നീതീകരണം നൽകും, ദൈവ ക്രിസ്തുവിൽ പരിപൂർണത നൽകി ദൈവം പടിപടിയായി എന്ത് ചെയ്യും? ദൈവം ആഗ്രഹിക്കുന്ന ആ വർഷിപ്പ് ലീഡർ എന്നുള്ള പൊസിഷനിൽ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ.
അപ്പൊ ആ വർഷിപ്പ് ലീഡർ എന്നുള്ള ആ പൊസിഷനിൽ വരുമ്പോ അവിടെയും അടുത്ത ടെസ്റ്റുകൾ ഉണ്ടാകും. എന്തുവാണ്? ദൈവത്തെ നീ അനുസരിക്കുമോ, അല്ലെ, എന്നെ നീ അനുസരിക്കുമോ, അതോ നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ പോകുമോ? അവിടെയും ചോയ്സുകൾ വരും. ആ ചോയ്സുകൾ വരുമ്പോൾ ദൈവമേ ഞാൻ അങ്ങയുടെ ഇഷ്ടത്തെ അനുസരിക്കും, അങ്ങേക്ക് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുമെന്ന് സമർപ്പിച്ചാൽ ആ പൊസിഷനിൽ തുടർന്ന് നിൽക്കാനിടയാകും. തുടർന്ന് നിൽക്കാൻ. ഇനി അടുത്ത് ആ തുടർന്ന് നിൽക്കുന്ന ആ അനുഭവത്തിൽ നിർത്തിക്കൊണ്ട് അനവധിയായ കാര്യങ്ങൾ ചെയ്യാൻ, അതുപോലെ വർഷിപ്പ് ലീഡർ എന്നുള്ള പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒത്തിരി ഓപ്പണിങ്ങുകൾ ദൈവത്തിന് കൊടുക്കാനായി കഴിയും. മനസ്സിലായി? ദൈവം അയക്കുന്നിടത്തേക്ക് പോകാൻ, ദൈവം ഒത്തിരി കാര്യങ്ങൾ പ്ലാനുകളിലേക്ക് കാൽച്ചോൾ വെച്ച് വർഷിപ്പ് ലീഡിങ് ചെയ്യുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുന്ന അനുഭവത്തിൽ മനസ്സിലാവും. ഞാൻ ഒരു വർഷിപ്പ് ലീഡറെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പൊസിഷനിൽ വരിക, ആ പൊസിഷനിൽ എന്ത് ചെയ്യുക? നിലനിൽക്കുക. അതിനെല്ലാം ദൈവം നമ്മെ എന്ത് ചെയ്യുക? ആ കൃപ നമ്മെ സഹായിക്കും. അപ്പോൾ ദൈവം നമ്മെ ദൈവത്തിൽ നിന്ന് അകന്നു കിടക്കുന്ന അല്ലെങ്കിൽ വീണ് കിടക്കുന്ന അനുഭവത്തിൽ കിടക്കാൻ കർത്താവ് ഒരിക്കലും നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? അഥവാ കാലിടറി വീണു പോയാൽ എന്ത് ചെയ്യുക? ദൈവസ്ഥയിൽ ഓടി അടുത്ത് ചെന്ന് ക്രമീകരണം പ്രാപിക്കുക. മനസ്സിലാകുന്നുണ്ടോ? കർത്താവെ എന്നെ തുറണമേ എന്ന് പറഞ്ഞ്, കർത്താവെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? അടുത്ത് ചെല്ലുക. മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് വീണ്ടും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ശരി, അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാനിടയായത്. നമ്മൾ പഠിച്ചു വന്നതിലുള്ള ചില പോയിന്റുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഫസ്റ്റ്, ഇതിന്റെ ആദ്യം നമ്മൾ പറഞ്ഞ വാക്യം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 32-ന്റെ 1-2 വാക്യത്തിൽ ദാവീദ് പറഞ്ഞ വാക്കാണ്. ഞാനതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ, ലംഘനം ശ്രമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലെ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവണമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം ഇതിൽ ഞാൻ പ്രധാനമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ശൗലിനോട് ദൈവം എന്തുകൊണ്ട് ക്ഷമിച്ചില്ല? ദാവീദിനോട് എന്തുകൊണ്ട് ദൈവം തന്റെ തെറ്റുകൾ വന്ന സമയത്ത് തന്നോട് ക്ഷമിച്ചു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ക്ഷമിച്ചേ? ശൗല് തന്റെ തെറ്റിനെ കുറിച്ച് ബോധ്യമുണ്ടായപ്പോൾ താൻ നോക്കിയതും ക്ഷമ ചോദിച്ചത് ആരുടെ? നമ്മുടെ ശമൂവേൽ പ്രവാചകന്റെ അടുത്താണ്, അല്ലെ? നമ്മൾ ആ കാര്യം മറന്നു പോരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ്, ഇത് സ്നേഹബന്ധമാണ്, ദൈവത്തോടുള്ള സ്നേഹബന്ധമാണ്. ദയവായിട്ട് നിങ്ങളുടെ ജീവിതത്തെ എന്ത് ചെയ്യുക? ദൈവത്തിന്റെ സ്നേഹബന്ധത്തിൽ എന്ത് ചെയ്യുക? പണിയാൻ നിങ്ങളെ സമർപ്പിക്കുക. സ്നേഹബന്ധത്തിൽ ജീവിതത്തെ എന്ത് ചെയ്യുക? പണിയുക. അപ്പം ശൗല് ക്ഷമ ചോദിച്ച ആരുടെ അടുത്താണ്? ശമൂവേൽ പ്രവാചകന്റെ അടുത്താണ്. പക്ഷെ ദാവീദാണെങ്കിലോ, താൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം താൻ അടുത്ത് ചെയ്തത് എന്തുവാണ്? നാഥാന്റെ പുറകെ പോവുകയല്ല. മറ്റേ ശൗലാണെങ്കിൽ ആരെയാ പിടിച്ച്? നമ്മുടെ ശമൂവേൽ പ്രവാചകന്റെ വസ്ത്രത്തിലേക്ക് കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ദയവേത് പോവരുത്, എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു, അല്ലെ? ആൾക്കാരെ എനിക്ക് പ്രസാദിപ്പിക്കാണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, തന്റെ വസ്ത്രത്തെ എന്ത് ചെയ്തു? വസ്ത്രം കീറിപ്പോയി. ശമൂവേൽ പ്രവാചകന് ദേഷ്യം വന്നു. പക്ഷെ ദാവീദാണെങ്കിലോ, ദൈവം കോപിച്ചപ്പോഴും ദൈവത്തിന്റെ മുമ്പാകെ എന്ത് ചെയ്തു? കവിണ്ണു വീണ് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാനിടയായി, അല്ലേ? ആ ഒരു മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കി. ശരി, അപ്പോൾ ഈ ക്ലാസ്സിലൂടെ ദൈവം ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു. ദൈവീയ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓർക്കുക. പക്ഷെ അതേസമയം ഈ വാക്യങ്ങൾ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊള്ളുക. ഇത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലും ദൈവകൃപയിൽ മുന്നേറുന്നതിലും നിങ്ങളെ ദൈവകൃപയിൽ നിങ്ങൾക്ക് മാത്രമല്ല അനേകർക്കും ഇത് ഷെയർ ചെയ്യത്തൊക്കെ വേണം, അത് പ്രയോജനകരമായി മാറും. നമുക്ക് ഒരുമിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം ദൈവസ്ഥനിൽ ഒന്ന് പകർന്നേ. ആ സമയം കർത്താവ് പറഞ്ഞ, കർത്താവെ എന്നെക്കുറിച്ച് അങ്ങ് എന്താഗ്രഹിക്കുന്നു? ആ പൊസിഷനിലേക്ക് കയറി വരാൻ എന്നെ സഹായിച്ചാലും, പക്ഷെ അതേസമയം എനിക്ക് ആദ്യം എന്ത് തന്നാലും ക്രിസ്തുവിൽ എന്നെ പരിപൂർണനാക്കി മാറ്റി എന്നെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചാലും, അങ്ങ് ആഗ്രഹിക്കുന്ന ആ പൂർണ്ണതയിലേക്ക് എന്നെ കൈപിടിച്ച് എന്ത് ചെയ്താലും, അങ്ങയുടെ വചനത്താൽ എന്നെ വഴി നടത്തിയാലും. മനസ്സിലാകുന്നുണ്ടോ? പറയുന്ന കൂടിപ്പോകുന്നില്ലല്ലോ, അല്ലേ? മെസ്സേജ് ഒത്തിരി അങ്ങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ ക്ലാസ്, അല്ലേ? ശരി, മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പറഞ്ഞോളൂ. എന്തെങ്കിലും ഇച്ചിരി വാക്യങ്ങൾ കുറയ്ക്കണമെന്നോ ഇച്ചിരി ടഫാകുന്ന തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അത് തുറന്ന് പറയാം കേട്ടോ. ശരി, ഒരു ആ ആ ആ ഓക്കെ, ശരി ശരി. പുതിയ സബ്ജക്റ്റ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്.
അപ്പൊ എന്തായാലും അപ്ലോഡ് ചെയ്തേക്കാം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കണ്ടാൽ മതി സിസ്റ്റർ. ശരി ശരി, നമുക്ക് പ്രാർത്ഥിക്കാവേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രിയ കർത്താവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും സമയം ദൈവത്തിന്റെ വചനമൊക്കെ ചിന്തിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചല്ലോ അപ്പ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ വചനങ്ങൾ ബുദ്ധിമണ്ഡലത്തിലല്ല അപ്പ. ബുദ്ധിമണ്ഡലത്തിൽ ഞങ്ങൾക്ക് അറിവ് വേണം, പക്ഷെ അതേസമയം ഞങ്ങളുടെ ആത്മമണ്ഡലത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ ക്രിയ ചെയ്യുവാൻ കർത്താവെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാലുമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശോപ്പ, അങ്ങ് നൽകുന്ന നീതീകരണത്തിനായി നന്ദി, ശുദ്ധീകരണത്തിനായി നന്ദി, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. ഈ സമയം കർത്താവ്, അങ്ങയുടെ സ്നേഹമൊക്കെ ഞങ്ങൾ അനുഭവിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന നിലവാരത്തിലും നിലനിന്ന് അങ്ങേക്ക് ഫലം കായ്ക്കുന്ന അളവിൽ ഞങ്ങളുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഈ സമയം യേശോപ്പ, ഞങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് ഈ ക്ലാസ് പഠിക്കുന്ന എല്ലാവരുടെ മേലും ആവശ്യമായ കൃപയെ പകരണേ അപ്പ. അവരുടെ കുറവുകളെ അങ്ങ് ക്ഷമിക്കണമേ. യേശുവിൻ്റെ രക്തത്താൽ അങ്ങ് ശുദ്ധീകരിക്കണമേ. ആത്മാവിനെ, ദേഹിയ ശരീരത്തെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ശുദ്ധീകരിക്കണമേ. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ജീവിതങ്ങളെ പണിയണമേ. മാനപാത്രങ്ങളായി ദൈവത്തിന്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടാൻ ജീവിതങ്ങൾ പണിയപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം സ്വർഗീയ കർത്താവെ, അങ്ങയുടെ കരം നീട്ടി അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഈ സമയം ദൈവ സാന്നിധ്യം ശക്തിയോടെ എല്ലാവരുടെ മേലും അങ്ങ് പകർന്നാലും. ഹല്ലേലൂയ, റിഖമന ശബരബ റിബരബ രദരബ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടപ്പ യേശുവിന്റെ നാമത്തിൽ. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണം നിലത്തിയ നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്നുള്ള വചനപ്രകാരം ആരൊക്കെ ദാഹത്തോടെ വാഞ്ചയോടെ കർത്താവേ എന്നെ ഒന്ന് തുറണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ മേൽ ശക്തിയോടെ ദൈവകൃപ ഇറങ്ങട്ടപ്പ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ ഓരോരുത്തരുടെ മേലും പകരണേ അപ്പ. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം പകരുന്നത് പോലെ ദൈവ സാന്നിധ്യം ഒരു നദി പോലെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് വലിയവ ചെയ്യുന്നതിനായി നന്ദി. അങ്ങയുടെ കരം വെച്ച് അനുഗ്രഹിക്കണം, വ്യക്തിപരമായി, കുടുംബങ്ങളായി, കർത്താവ് മറ്റ് വിഷയപരമായി, കർത്താവ് ഏതൊക്കെ മേഖലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമോ ആ മേഖലകളിലെല്ലാം സ്വർഗീയ കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. വരുന്ന ആഴ്ചക്കാലം കർത്താവർക്ക് അനുഗ്രഹമാകട്ടെ. ദൈവകൃപ ഇവരോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഇന്ന ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ഓരോരുത്തർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പൊ. അവരോട് കരുണ ഉണ്ടാകണം. വരുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ശരി, കർത്താവ് നിങ്ങളെ ഒരു സമൃദ്ധി അനുഗ്രഹിക്കട്ടെ.